എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഡിന്നറിനൊക്കെ ആണെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പമാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് നല്ല നോൺ വെജ് കറിയോ അല്ലെങ്കിൽ വെജിറ്റബിൾ കറി ആണെങ്കിലും മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആവിയിൽ വേവിച്ചിട്ടെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല പഞ്ഞി പോലെയുള്ള ഒരു അപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ 250 ml ഒരു കപ്പിൽ 2 കപ്പ് അളവിൽ പച്ചരി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലുള്ള അളവ് കപ്പ് ഇല്ലെങ്കിൽ സാധാ വലിപ്പമുള്ള ഒരു ഗ്ലാസ്സിൽ നമ്മൾ അളന്നിട്ട് എടുത്താൽ മതി കേട്ടോ. ബാക്കി ചേരുവകളും കറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കണം എന്നുള്ളൂ ആ ഒരു ഗ്ലാസ്സിനനുസരിച്ച്. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഉഴുന്നും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. 2 കപ്പ് പച്ചരിക്ക് വെറും 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് മാത്രം മതി. എന്നിട്ട് നമുക്കൊരു 5-6 തവണ നന്നായിട്ടൊന്ന് കഴുകി എടുക്കണം. ഇതുപോലെ ഒരു 5-6 തവണ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏറെ തന്നെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 4-5 മണിക്കൂറോളം ഇതുപോലെ കുറച്ച് ഏറെ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഇടണം. അപ്പോൾ ഇത് കണ്ട് ഒരു 4-5 മണിക്കൂറിന് ശേഷം നമ്മൾ നോക്കുമ്പോഴത്തേക്കും നന്നായിട്ട് ഇതൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി ഈ ഒരു വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ ഞാനിത് അരച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ അതാണ് ആദ്യമേ പറഞ്ഞത്, നമ്മളൊരു 5-6 തവണ നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രമേ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാവുള്ളൂ. ഇനി നമുക്കിത് മിക്സർ ജാറിൽ ഒരു 1-2 തവണയായിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം. ഞാനിപ്പോൾ ഇതിവിടെ 2 തവണയായിട്ടാണ് കേട്ടോ അരച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ല, ഒരു പകുതിയോളം പച്ചരി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് അളവിൽ തേങ്ങയാണ് കേട്ടോ. 1/2 കപ്പ് അളവിൽ തേങ്ങയും കൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്കൊരു 1/2 കപ്പ് അളവിൽ ചോറാണ്. അപ്പോൾ ഈ ഒരു ചോറിൻ്റെ ഒരു 1/4 കപ്പ് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. രണ്ടാമത് അരയ്ക്കുമ്പോൾ നമുക്ക് ബാക്കി 1/4 കപ്പ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒരു വെള്ളച്ചോറ് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ മട്ട അരിയുടെ ഒരു ചോറ് വേണമെങ്കിൽ ഏത് ചോറ് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ലാസ്റ്റ് ഞാൻ പറയാട്ടോ എനിക്ക് എത്രത്തോളം വെള്ളം ആവശ്യമായിട്ട് വന്നെന്ന്. ഞാനിപ്പോൾ ഇതിൽ പറയുന്നൊരു വെള്ളത്തിൻ്റെ അളവായിരിക്കണമെന്നും ഇല്ല. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന അരിയുടെയും ചോറിൻ്റെയൊക്കെ അനുസരിച്ച് ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടിയോ കുറഞ്ഞെന്നോ ഇരിക്കാം. അപ്പോൾ ആദ്യത്തെ ഈ ഒരു ട്രിപ്പിൽ ഞാനൊരു 1.25 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല പോലെ തന്നെ ഇത് കണ്ടില്ലേ, ഈ ഒരു കട്ടിക്ക് വേണം നമ്മളൊന്ന് അരച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാടങ്ങ് കട്ടി കൂടാനും പാടില്ല, എന്നാൽ തീരെ അങ്ങ് ലൂസായി പോവുകയും ചെയ്യരുത്. ഒരു ദോശമാവിനെക്കാട്ടിലും കുറച്ചൊന്ന് ലൂസായിട്ട് വേണം നമ്മളിതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു അരച്ചെടുത്ത ഈ ഒരു മാവ് വേറൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള അരിയും കൂടെ ഈ ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1/2 കപ്പിൽ ബാക്കി വെച്ചിരിക്കുന്ന ഒരു ചോറില്ലേ അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ്. ഞാനിപ്പോൾ ഇത് കറി കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അപ്പം റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമേ ചേർക്കുന്നുള്ളൂ. അധികം മധുരമൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ. ഇനി നിങ്ങൾക്ക് 4 മണിക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ കുറച്ചും കൂടി ഏറെ തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഈ ഒരു മാവിന് നല്ല മധുരമാകുന്ന രീതിയിൽ നിങ്ങൾ ഏറെ തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് 4 മണി ചായയുടെ ഒക്കെ ഒപ്പം വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ 3/4 ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം എന്നിട്ട് ഇത് കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ വേണം നമ്മളൊന്ന് അരച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നോക്കുക കേട്ടോ. ഒരുപാട് വെള്ളം അങ്ങ് കൂടിപ്പോകാനും പാടില്ല, എന്നാൽ ഒരുപാടങ്ങ് കട്ടി കൂടാനും പാടില്ല. ഇതിപ്പോൾ കുറച്ചൊന്ന് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു മിക്സർ ജാറിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു പരുവത്തിന് വേണ്ടിയിട്ട് നമ്മൾ മാവ് അരച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഒരു ദോശമാവിനെക്കാട്ടിലും കുറച്ചൊന്ന് ലൂസായിട്ടിരിക്കുന്ന ഒരു പരുവത്തിന് ഇതുപോലെ ഒന്ന് അരച്ചിട്ടെടുക്കുക. ഇതുപോലെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് നല്ല പോലെ തന്നെ പൊങ്ങി കിട്ടണം. നല്ല ചൂടുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ഒരു 4-5 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് തന്നെ നമുക്കിത് പൊങ്ങി വരും. തണുപ്പുള്ള സ്ഥലങ്ങളാണെങ്കിൽ കുറച്ചും കൂടി സമയം കൂടുതൽ എടുത്തെന്നിരിക്കും. അപ്പോൾ നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് മാവ് എപ്പോഴാണ് പൊങ്ങി കിട്ടുന്നത് ആ ഒരു സമയത്ത് മാത്രം ആവിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വേവിച്ചിട്ട് എടുത്താൽ മതി. എനിക്കിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 4-4.5 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല പോലെ തന്നെ ഈ ഒരു മാവ് ഇതുപോലെ ഒന്ന് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. ഇതുപോലെ പൊങ്ങി വന്നതിന് ശേഷം മാത്രമേ നമ്മളിത് വേവിച്ചിട്ടെടുക്കാവുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വെച്ചിട്ടാണ് വേവിച്ചിട്ടെടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇതുപോലെ ചെറിയൊരു പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടാണ് എടുത്ത് വേവിച്ചിട്ടെടുക്കുന്നത്. ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ആ ഒരു വെളിച്ചെണ്ണ നമ്മൾ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുണ്ടല്ലോ, എല്ലാ പാത്രത്തിലും ഞാൻ ആ ഒരു വെളിച്ചെണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി ഇത് നമ്മൾ ആവിയിൽ വെച്ചിട്ടാണ് കേട്ടോ വേവിച്ചിട്ടെടുക്കുന്നത്. ഇതുപോലെ ഞാനൊരു സ്റ്റീമറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഇപ്പോൾ സ്റ്റീമർ ഇല്ലെങ്കിൽ നമ്മുടെ ഇഡ്ഡലി പാത്രമില്ലേ, ഇഡ്ഡലി പാത്രം എടുത്താൽ മതി. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ തന്നെ വെള്ളം ചൂടായി ഇതുപോലെ ആവി മുകളിലേക്ക് കയറി വരണം. ഇതുപോലെ ആവി വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു പാത്രം ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് ആവി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു പാത്രത്തിനുള്ളിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാവുള്ളൂ. എങ്കിൽ മാത്രമേ നല്ല പോലെ തന്നെ നമുക്ക് റെഡിയായി കിട്ടത്തുള്ളൂ കേട്ടോ. നിറയെ അങ്ങ് തുളുമ്പി അങ്ങ് ഒഴിച്ച് കൊടുക്കണ്ട. ചെറിയൊരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ഇതുപോലെ നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് കേട്ടോ, കറക്റ്റ് ഒരു 5 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല പോലെ തന്നെ നമുക്കിത് വെന്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുണ്ടല്ലോ, ഹൈ ഫ്ലെയിമിൽ കറക്റ്റ് ഒരു 5 മിനിറ്റ് ഞാനൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ല നല്ല പോലെ തന്നെ നമുക്കിതൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. ഇനി ഈ ഒരു പാത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇതെടുത്തതിന് ശേഷം നല്ല പോലെ തന്നെ തണുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ബാക്കി മാവ് ഇതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതും ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഇതിൽ നിന്ന് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇത് കണ്ടില്ല നന്നായിട്ട് തന്നെ നമുക്കൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ചൂടാറി കഴിയുമ്പോഴത്തേക്കും തന്നെ നമ്മൾ ഇതുപോലെ കൈ കൊണ്ട് പതിയൊന്ന് വിടിയിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് കമത്തി ഇതുപോലെ ഒന്ന് കൊട്ടി കൊടുക്കുമ്പോഴത്തേക്കും വളരെ ഈസി ആയിട്ട് തന്നെ ഒരു പാത്രത്തിൽ നിന്ന് അത് അടർന്നു വരും. ഇത് കണ്ടിട്ട് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു അപ്പമാണ് കേട്ടോ. നമ്മൾ സാധാരണ വട്ടയപ്പൊക്കെ കഴിക്കുന്ന ഒരു രീതിയാണ്. പക്ഷെ നമ്മൾ ഇതിലധികം മധുരം ചേർത്ത് കൊടുത്തിട്ടില്ല, കറി കൂട്ടി കഴിക്കാനായതുകൊണ്ട്. അപ്പോൾ ഇത് കണ്ടില്ല, നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ രാവിലത്തേക്കൊക്കെ നമ്മൾ എപ്പോഴും ഒരേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിന് പകരം ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ചിക്കൻ കറിയോ അതുപോലെ തന്നെ ബീഫ് കറിയും മുട്ടക്കറിയും വെജിറ്റബിൾ കറിയും എല്ലാത്തിൻ്റെ ഒപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചിക്കൻ കറിയാണ് റെഡിയാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ മീൻകറിയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഒരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.